നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് റബ്ബർ കൃഷിയെക്കുറിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും. അപ്പോൾ റബ്ബർ കൃഷിയെക്കുറിച്ച് പലർക്കും പല കാര്യങ്ങളും അറിയില്ലായിരിക്കും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയെടുക്കാം. റബ്ബർ കൃഷി ലോകമെമ്പാടുമുള്ള ഏറ്റവും ലാഭകരവും വാണിജ്യപരവുമായ വിളകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. റബ്ബർ മരത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പാൽ ദ്രാവകമായ ലാറ്റക്സിൽ നിന്നാണ് റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത്. ടയറുകൾ, പാദരക്ഷകൾ, കയ്യുറകൾ, പൈപ്പുകൾ, ബെൽറ്റുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ ഈ ലാറ്റക്സ് ഉപയോഗിക്കുന്നു. ഇത് റബ്ബറിനെ വിവിധ വ്യവസായങ്ങൾക്ക് അത്യാവശ്യ അസംസ്കൃത വസ്തുവായി മാറ്റുന്നു. ഇന്ത്യയിൽ റബ്ബർ കൃഷി കൂടുതലും നടക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. അവിടെ കാലാവസ്ഥയും മണ്ണും അതിൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യമാണ്. ഇന്ത്യയിലെ റബ്ബർ കൃഷി ഇനി പറയുന്ന സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും റബ്ബർ കൃഷി ചെയ്യുന്നത്: കേരളം, ത്രിപുര, തമിഴ്നാട്, കർണാടക, അസം, മേഘാലയ, പശ്ചിമ ബംഗാൾ. ഇവയിൽ കേരളവും ത്രിപുരയുമാണ് ഇന്ത്യയിലെ മുൻനിര റബ്ബർ ഉൽപ്പാദന സംസ്ഥാനങ്ങൾ. റബ്ബർ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യൻ റബ്ബർ ബോർഡ് കർഷകർക്ക് പരിശീലനം, സാങ്കേതിക സഹായം, ഉയർന്ന നിലവാരമുള്ള നടീൽ വസ്തുക്കൾ എന്നിവ നൽകുന്നു. റബ്ബറിന് ഏറ്റവും അനുയോജ്യമായ സമയം മഴക്കാലം ആരംഭിക്കുന്ന ജൂൺ മുതൽ ജൂലൈ വരെയാണ്. റബ്ബർ മരങ്ങൾ നടാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഈ സമയത്ത് മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പം നിലനിർത്തുന്നു. ഇത് ഇളം ചെടികൾക്ക് ശക്തമായ വേരുകൾ സ്ഥാപിക്കാൻ സഹായിക്കുന്നു. ജലസേചന സൗകര്യങ്ങൾ ലഭ്യമാണെങ്കിൽ ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലും നടീൽ നടത്താം. പക്ഷേ വിജയശതമാനം ഏറ്റവും ഉയർന്നത് മഴക്കാലത്താണ്. കാലാവസ്ഥ ആവശ്യകതകൾ: സ്ഥിരമായ മഴയും ഈർപ്പമുള്ള ഉഷ്ണമേഖല കാലാവസ്ഥയിലാണ് റബ്ബർ മരങ്ങൾ ഏറ്റവും നന്നായി വളരുന്നത്. വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സാഹചര്യങ്ങൾ: താപനില 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെ. വാർഷിക മഴ 2000 മുതൽ 3000 മില്ലിമീറ്റർ. ഈർപ്പം 70% മുകളിൽ. ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് 500 മീറ്റർ വരെ ഉയരത്തിൽ. സൂര്യപ്രകാശം ഒരു ദിവസം 6 മുതൽ 8 മണിക്കൂർ. നീണ്ടു നിൽക്കുന്ന വരൾച്ച മരത്തിൻ്റെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുകയും ലാറ്റക്സ് വിളവ് കുറയ്ക്കുകയും ചെയ്യും. സ്ഥലമൊരുക്കൽ: നടുന്നതിന് മുമ്പ് വേരുകൾ ആഴത്തിൽ തുളച്ചു കയറാൻ കഴിയുന്ന തരത്തിൽ നിലം ആഴത്തിൽ ഉഴുതുമറിക്കുകയും നന്നായി തയ്യാറാക്കുകയും വേണം. കൃഷിയിടം ഒരുക്കുന്നതിനുള്ള ഘട്ടങ്ങൾ: നിലം 1.5 മുതൽ 2 മീറ്റർ വരെ ആഴത്തിൽ ഉഴുതുമറിക്കുക. കളകളും പഴയ വേരുകളും പൂർണ്ണമായി നീക്കം ചെയ്യുക. വെള്ളം കെട്ടി നിൽക്കുന്നത് തടയാൻ ഡ്രെയിനേജ് ചാലുകൾ നിർമ്മിക്കുക. റബ്ബർ ചെടികൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തോട് സംവേദനക്ഷമതയുള്ളതിനാൽ ശരിയായ ജലനിർഗമന സംവിധാനം ഉറപ്പാക്കുക. ശരിയായ നിലമൊരുക്കൽ വായു സഞ്ചാരം മെച്ചപ്പെടുത്തുകയും ആരോഗ്യകരമായ വേരുകളുടെ വികാസത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യ മണ്ണ്: ഈർപ്പം നിലനിർത്തുന്നതും എന്നാൽ നല്ല നീർവാർച്ചയുള്ളതുമായ ചുവന്ന പശ്ചിമരാശി അല്ലെങ്കിൽ ആഴത്തിലുള്ള കളിമണ്ണ് മണ്ണിൽ റബ്ബർ നന്നായി വളരുന്നു. അനുയോജ്യമായ മണ്ണിൻ്റെ സവിശേഷതകൾ: pH ലെവൽ 4.5 മുതൽ 6 വരെയും. ജൈവവസ്തു പോഷകങ്ങളാൽ സമ്പന്നം. ഈർപ്പം നിലനിർത്തൽ ഉയർന്നത്. കല്ലല്ലെങ്കിൽ മണൽ അംശം കുറവ്. മണ്ണ് അമിതമായി അമ്ലത്വമുള്ളതോ ക്ഷാര സ്വഭാവമുള്ളതോ ആണെങ്കിൽ കർഷകർക്ക് pH സന്തുലിതമാക്കാൻ കുമ്മായമോ ജൈവ കമ്പോസ്റ്റോ പ്രയോഗിക്കാം. ജനപ്രിയ റബ്ബർ ഇനങ്ങൾ: ഉയർന്ന വിളവ്, രോഗപ്രതിരോധം, ഗുണനിലവാരമുള്ള ലാറ്റക്സ് എന്നിവയ്ക്ക് പേരുകേട്ട നിരവധി ഇനം റബ്ബർ മരങ്ങൾ ഇന്ത്യയിലും തെക്കുകിഴക്കൻ ഏഷ്യയിലും കൃഷി ചെയ്യുന്നു. ഇനി നമുക്ക് റബ്ബർ മരങ്ങളുടെ ഇനവും അതിൻ്റെ പ്രധാന സവിശേഷതകൾ നോക്കാം. ആദ്യം നമുക്ക് RRII 105, ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ളതും ഉയർന്ന വിളവ്, രോഗപ്രതിരോധ ശേഷിയുള്ളതും. അടുത്ത 600, ഉയർന്ന ലാറ്റക്സ് ഗുണനിലവാരത്തിന് പേരുകേട്ട മലേഷ്യയിൽ വികസിപ്പിച്ചെടുത്തതാണ്. അടുത്ത RRII 414, വരൾച്ചയെ പ്രതിരോധിക്കുന്ന ദീർഘായുസ്. അടുത്ത GT1, ഇന്തോനേഷ്യയിൽ വികസിപ്പിച്ചെടുത്തത്, ഉഷ്ണമേഖലാ പ്രദേശങ്ങൾക്ക് അനുയോജ്യമാണ്. അടുത്ത PB 260, ഉയർന്ന വിളവ്, ഫംഗസ് രോഗങ്ങൾക്ക് പ്രതിരോധശേഷി. അടുത്ത PB 350, വ്യത്യസ്ത കാലാവസ്ഥകളുമായി പൊരുത്തപ്പെടുന്നു. അടുത്ത RRII 430, പുതിയതും ഉയർന്ന വിളവ് നൽകുന്നതും രോഗപ്രതിരോധ ശേഷിയുള്ളതുമായ ഇനം. അടുത്ത PB 86, പരമ്പരാഗതവും താഴ്വര പ്രദേശങ്ങൾക്കും അനുയോജ്യവുമാണ്. അടുത്ത PR 107, ഉയർന്ന ജൈവാംശം, മിക്ക രോഗങ്ങൾക്കും പ്രതിരോധ ശേഷി. അടുത്ത ഇനം RRII 422, വേഗത്തിൽ വളരുന്നതും സമർത്ഥമായി ലാറ്റക്സ് ഉൽപ്പാദിപ്പിക്കുന്നതും. ഒരേക്കറിൽ സസ്യങ്ങളുടെ എണ്ണം: സാധാരണയായി ഒരേക്കറിൽ 200 മുതൽ 250 റബ്ബർ ചെടികൾ നടുന്നു. ആവശ്യത്തിന് സൂര്യപ്രകാശം, വായു സഞ്ചാരം, പോഷകാഹാരം എന്നിവ ഉറപ്പാക്കാൻ ഓരോ ചെടിക്കും ഇടയിൽ 6 മുതൽ 7 മീറ്റർ അകലം പാലിക്കണം. നടീൽ രീതി: ഏറ്റവും നല്ല സമയം ജൂൺ ജൂലൈ, മഴക്കാലത്തിൻ്റെ തുടക്കത്തിൽ. കുഴിയുടെ ആഴം 50 മുതൽ 60 സെൻറ്റിമീറ്റർ. ചെടികൾ തമ്മിലുള്ള അകലം 6 മുതൽ 7 മീറ്റർ അകലം. നടുന്നതിന് മുമ്പ് കുഴിയിൽ ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, മേൽമണ്ണ് എന്നിവ ചേർത്ത് ഇളക്കുക. പറിച്ചു നട്ടതിന് ശേഷം ലഘുവായി നനയ്ക്കുക. നേരായ വളർച്ചയ്ക്കായി ആദ്യ വർഷം ഇളം ചെടികളെ താങ്ങി നിർത്താൻ മുളന്തടികൾ ഉപയോഗിക്കുക. വളങ്ങളും പോഷക പരിപാലനവും: റബ്ബർ മരങ്ങളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ലാറ്റക്സ് ഉൽപ്പാദനത്തിനും സമീകൃത പോഷകങ്ങൾ ആവശ്യമാണ്. ഏക്കറിന് ശുപാർശ ചെയ്യുന്ന വളത്തിൻ്റെ അളവ്: നൈട്രജൻ 10 മുതൽ 15 വരെ, ഫോസ്ഫറസ് 5 മുതൽ 10 വരെ.
പൊട്ടാസ്യം 15 മുതൽ 20 വരെയും കിലോ. ആദ്യ വർഷം വേഗത്തിലുള്ള വളർച്ചയ്ക്കായി കൂടുതൽ നൈട്രജൻ പ്രയോഗിക്കുക. തുടർന്നുള്ള വർഷങ്ങളിൽ ഒരു സമതുലിതമായ NPK മിശ്രിതം ഉപയോഗിക്കുക. മികച്ച ആഗീരണത്തിനായി വർഷത്തിൽ 2-3 തവണ ചെറിയ അളവിൽ വളം പ്രയോഗിക്കുക. പ്രധാന രോഗങ്ങളും നിയന്ത്രണവും. റബ്ബർ ചെടികൾ ചില ഫംഗസ് അണുബാധകൾക്ക് സാധ്യതയുള്ളവയാണ്. അവ നേരത്തെ തന്നെ കൈകാര്യം ചെയ്യണം. ഇനി റബ്ബർ മരത്തിനുണ്ടാകുന്ന രോഗങ്ങളും അതിന് ഉപയോഗിക്കാവുന്ന കുമിൾനാശിനിയാണ് പറയുന്നത്. കറുത്ത ചെംചീയൽ, ക്യാൻസർ, കോപ്പർ ഓക്സിക്ലോറൈഡ് ഉപയോഗിക്കാം 50%. അടുത്ത കോളർ റോട്ട്, കാർബൻ ഡാസിം 50%. പൗഡറി മിൽഡ്യൂ, അസോക്സിസ്ട്രോബിൻ, ഡിഫനോകോണസോൾ. അടുത്ത ഇലപ്പുള്ളി രോഗം, അതിന് നമുക്ക് ഉപയോഗിക്കാവുന്നത് BAA 450 ഗ്രാം, SF കാബ്രിയോ ടോപ്പ്. രോഗം പടരുന്നത് തടയുന്നതിനും ലാറ്റക്സ് ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ശുപാർശ ചെയ്യുന്ന ഇടവേളകളിൽ ഈ കുമിൾനാശിനികൾ തളിക്കുക. കീടങ്ങളും അവയുടെ നിയന്ത്രണവും. റബ്ബർ ചെടികൾക്ക് കേടുപാടുകൾ വരുത്തുന്ന ചില സാധാരണ കീടങ്ങളിൽ മുഞ്ഞ, ചുവന്ന മൈറ്റ്, പുഴു എന്നിവ ഉൾപ്പെടുന്നു. മുഞ്ഞകൾക്ക് ബേയർ കോൺ ഫിഡോർ 100 മില്ലി ഉപയോഗിക്കാവുന്നതാണ്. ചുവന്ന മൈറ്റുകൾക്ക് ബേയർ ഒബറോ 200 മില്ലി ഉപയോഗിക്കാവുന്നതാണ്. റൂട്ട് ബോറർ ബേയർ ഫെയിം 100 മില്ലി, തണ്ടുതുരപ്പിന് FM 60 മില്ലി, വെള്ളീച്ചകൾക്ക് സിൻജെ 240 മില്ലി, ഇലപ്പുഴു ധനുക 100 മില്ലി എന്നിങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. രാസവസ്തുക്കൾ തളിക്കുമ്പോൾ എല്ലായ്പ്പോഴും കൈയുറകൾ, മാസ്ക്, മുഴുവൻ കൈവസ്ത്രം എന്നിവ ധരിക്കുക. ജലസേചന മാനേജ്മെൻറ്റ്. ആദ്യത്തെ 2-3 വർഷം ഇളം ചെടികൾക്ക് പതിവായി നനയ്ക്കുക. വേനൽക്കാലത്ത് 7 മുതൽ 10 ദിവസത്തിലൊരിക്കൽ നനയ്ക്കുക. മഴക്കാലത്ത് അധികമുള്ള വെള്ളം ശരിയായ രീതിയിൽ ഒഴുകിപ്പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. കാര്യക്ഷമമായ ജലപ്രയോഗത്തിന് ട്രിപ്പ് അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ഉപയോഗിക്കുക. ലാറ്റക്സ് ഉൽപ്പാദനവും ടാപ്പിങ്ങും. നട്ട് 7-8 വർഷത്തിന് ശേഷം റബ്ബർ മരങ്ങൾ ലാറ്റക്സ് ടാപ്പിങ്ങിന് തയ്യാറാകും. ലാറ്റക്സ് വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയെ ടാപ്പിംഗ് എന്ന് വിളിക്കുന്നു. ഇനി നമ്മൾ ടാപ്പിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ടാപ്പിംഗ് ചെയ്യുമ്പോൾ രാവിലെ ഒരു 5 മണി മുതൽ 9 മണിക്കുള്ളിൽ ടാപ്പിംഗ് തീർക്കണം. മൂർച്ചയുള്ള ടാപ്പിംഗ് എത്തി നമുക്ക് ടാപ്പിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ടാപ്പിംഗ് 2-3 ദിവസത്തിൽ ഒരിക്കൽ ചെയ്യാം. നമുക്ക് അന്നേരം ഏക്കറിന് ശരാശരി വിളവെന്ന് പറയുന്നത് പ്രതിവർഷം 1500 മുതൽ 2000 കിലോഗ്രാം ഒരു ഏക്കറിന് ലഭിക്കും. വിളവ്, മണ്ണ്, ഇനം, പരിപാലന രീതികൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി നമുക്ക് റബ്ബർ കൃഷിയിലെ ചെലവും ലാഭവും നോക്കാം. ഒരു ഏക്കറിന് നടിയിലിനും തൈകൾക്കും കൂടെ 15,000 രൂപ മുതൽ 20,000 രൂപ വരെയും ചിലവാകും. വളങ്ങൾക്ക് 8,000 രൂപ മുതൽ 10,000 രൂപ വരെയും. കീടനാശിനികൾ 5,000 രൂപ മുതൽ 7,000 രൂപ വരെയും. കുമിൾനാശിനികൾക്കും ജോലിയും പരിപാലനവും 10,000 രൂപ മുതൽ 15,000 രൂപ വരെയും. ആകെ വാർഷിക ചെലവ് 40,000 രൂപ മുതൽ 50,000 രൂപ വരെയും. മരങ്ങൾ വളർന്നു കഴിഞ്ഞാൽ ലാറ്റക്സിൽ നിന്ന് കർഷകർക്ക് പ്രതിവർഷം ഏക്കറിന് ഏകദേശം 2.5 മുതൽ 3 ലക്ഷം രൂപ വരെയും സമ്പാദിക്കാൻ കഴിയും. റബ്ബർ കൃഷി 25 മുതൽ 30 വർഷത്തേക്ക് സ്ഥിരമായ വരുമാനം നൽകുന്ന ഒരു ദീർഘകാല നിക്ഷേപ വിളയാണ്. റബ്ബർ കൃഷിയുടെ ഗുണങ്ങൾ നോക്കാം നമുക്ക്. ദീർഘകാല സ്ഥിരതയുള്ള വരുമാനം. റബ്ബറിന് വ്യാവസായിക ആവശ്യകത കൂടുതൽ. പരിസ്ഥിതി സൗഹൃദമായ കൃഷി. സർക്കാരിൻ്റെയും റബ്ബർ ബോർഡിൻ്റെയും പിന്തുണ ലഭ്യമാണ്. ഗ്രാമീണ തൊഴിലവസരങ്ങൾ നൽകുന്നു. റബ്ബർ കൃഷി വളരെ ലാഭകരവും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതുമായ ഒരു വാണിജ്യ സംരംഭമാണ്. ശരിയായ കാലാവസ്ഥാ തിരഞ്ഞെടുപ്പ്, ആധുനിക സാങ്കേതിക വിദ്യകൾ, മികച്ച മാനേജ്മെൻറ്റ് എന്നിവയിലൂടെ ഇന്ത്യൻ കർഷകർക്ക് ഈ മേഖലയിൽ മികച്ച വിജയം നേടാൻ കഴിയും. വ്യാവസായിക വിപണിയിൽ പ്രകൃതിദത്ത റബ്ബറിൻ്റെ ആവശ്യം വർദ്ധിച്ചു വരുന്നതിനാൽ റബ്ബർ കൃഷി പതിറ്റാണ്ടുകളായി സുസ്ഥിരമായ ഒരു വരുമാന മാർഗം നൽകുന്നു. ശരിയായ അറിവ്, സമയം, പരിചരണം എന്നിവയുണ്ടെങ്കിൽ റബ്ബർ കൃഷിക്ക് ഇന്ത്യൻ കർഷകരുടെ സാമ്പത്തിക ഭാവി മാറ്റാൻ കഴിയും. പച്ച സ്വപ്നങ്ങളെ യഥാർത്ഥ വളർച്ചയാക്കി മാറ്റാനുള്ള സമയമാണിത്. അപ്പോൾ ഇത്രയേറെ കാര്യങ്ങളാണ് റബ്ബർ കൃഷിയെക്കുറിച്ച് ഇന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കാര്യങ്ങൾ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.